പാലക്കാട്ട് ഒരു കൂട്ടം കലാകാരന്മാരുടെ സ്വപ്നം സിനിമയാകുന്നു. നിരവധി പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്ന വള്ളുവനാടൻ ഗ്രാമഭംഗിയിൽ പൊതിഞ്ഞ കോലാഹലം നാളെ തിയേറ്ററുകളിൽ എത്തും. ഷൊർണൂർ ത്രാങ്ങാലിയിലും നിളയൂരത്തുമാണ് സിനിമ പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത്. അമച്വർ നാടകരംഗങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചവരുടെ തിയേറ്റർ സിനിമ എന്ന സ്വപ്നം പൂവണിയുകയാണ്. സിനിമ എന്ന ആഗ്രഹവുമായി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് ഇതിൽ വേഷമിട്ടിരിക്കുന്നത്. വർഷങ്ങളായുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് തിയേറ്റർ സിനിമ എന്ന സ്വപ്നം കൈപ്പിടിയിലെത്തിയത്. എക്കാലത്തെയും മലയാള സിനിമയുടെ ഇഷ്ട ലൊക്കേഷനായ ഷൊർണൂരിലും ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലുമാണ് സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. പരിചയസമ്പന്നരും പുതുമുഖങ്ങളുമടക്കം നിരവധി കലാകാരന്മാർ കോലാഹലത്തിൽ പിന്നണിയിലും എത്തുന്നുണ്ട്. ആകെ 5 ഗാനങ്ങളുള്ള സിനിമയ്ക്ക് വിഷ്ണു ശിവശങ്കറാണ് സംഗീതം നൽകിയത്. താരനിരയുടെ വലിപ്പത്തിനപ്പുറം കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന സിനിമ തിയേറ്ററിലെത്തുന്ന പ്രേക്ഷകന്റെ സമയത്തിന് വില കൽപ്പിക്കുന്നതാകുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം. ഞങ്ങളൊരു സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങൾ ഷോർട്ട് ഫിലിം എടുത്തു തുടങ്ങിയ ഒരു പ്രദേശത്ത് തന്നെ ഒരു മുഴുനീള സിനിമ, ഒരു വീട് ഇതിലൊരു കഥാപാത്രമാണ്. ത്രാങ്ങാലി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലെ വീട് ഇതിലെ കഥാപാത്രമാണ്. ഭാരതപ്പുഴയും ട്രെയിനും ഒക്കെ ഇതിലെ വന്നു പോകുന്നുണ്ട്. ഈ നാട്ടിലെ വള്ളുവനാട്ടിലെ വളരെ സാധാരണ മനുഷ്യരുടെ മരണവുമായി ബന്ധപ്പെട്ട ജീവിതവുമാണ് ഞങ്ങളിതിൽ പ്രതിപാദിക്കുന്നത്. എല്ലാവരും ഈ സിനിമ കാണണം. കാരണം ഇതൊരു കൂട്ടായ്മയുടെ സിനിമയാണ്, വള്ളുവനാടിൻ്റെ സിനിമയാണ്. എന്നാൽ എല്ലാവർക്കും ഏതു മനുഷ്യനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇന്ത്യയിലും വിദേശത്തുമായി വിവിധ ഫിലിം ഫെസ്റ്റിവലുകളിൽ നിന്ന് കോലാഹലം കരസ്ഥമാക്കിയത് 15ഓളം പുരസ്കാരങ്ങളാണ്. 1 മണിക്കൂറും 40 മിനിറ്റും ദൈർഘ്യമുള്ള സിനിമയിൽ ഒരു മരണവീട്ടിലെ രംഗങ്ങളാണ് കേന്ദ്ര പശ്ചാത്തലം. ഷിഹാബ് ഓങ്ങല്ലൂരാണ് ക്യാമറമാൻ. 1 മാസത്തിനുള്ളിലാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചത്. നമ്മുടെ മലയാള സിനിമയുടെ ഇഷ്ട ലൊക്കേഷനായ ഒറ്റപ്പാലം, വള്ളുവനാട് പ്രദേശങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും അതിൻ്റെ ആ ഒരു റിയൽ അന്തരീക്ഷത്തിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഗുണമായിട്ട് കാണുന്നത്. കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത് മാന്നന്നൂരുള്ള ഒരു വീടും അതിൻ്റെ പരിസര പ്രദേശങ്ങളും റെയിൽവേ ട്രാക്കും ഭാരതപ്പുഴയും ഒക്കെയാണ് സിനിമയിലെ പ്രധാന ഭാഗങ്ങളിൽ കടന്നു വന്നിട്ടുള്ളത്. നാടകരംഗത്ത് നിറഞ്ഞാടിയ സ്വാതി മോഹൻ, സീരിയൽ താരം വാണിയംകുളം സ്വദേശി വിഷ്ണു ബാലകൃഷ്ണൻ, കുളപ്പുള്ളി സ്വദേശി രാജീവ് പിള്ളത്ത് തുടങ്ങി ഷൊർണൂർ, ചെറുതുരുത്തി, പട്ടാമ്പി, ഒറ്റപ്പാലം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് സിനിമയിലുള്ളത്. ഫൈൻ ഫിലിംസിൻ്റെ ബാനറിൽ സന്തോഷ് പുത്തൻ നിർമ്മിക്കുന്ന കോലാഹലം സംവിധാനം ചെയ്തിരിക്കുന്നത് റഷീദ് പറമ്പിലാണ്. വിശാൽ വിശ്വനാഥൻ്റെയാണ് തിരക്കഥ. സംവിധായകൻ ലാൽ ജോസാണ് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മലയാളികൾക്ക് ഒരു പുതിയ കള്ളനെ കൂടി പരിചയപ്പെടുത്തുന്ന സിനിമ നാളെ കേരളത്തിലെ 100ലധികം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ.